തൃശൂരിൽ വിജയപ്രതീക്ഷയിലാണ് എൻ.ഡി.എ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആത്മവിശ്വാസം ഇരട്ടിയാണ്. ക്രോസ് വോട്ട് ആരോപണത്തിൽ ആശങ്കയില്ലെന്നും വിജയിച്ചാൽ കേരളത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും താനെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം കള്ളവോട്ടെന്നത് CPM-ന്റെ പാരമ്പര്യമാണെന്നും സുരേഷ് ഗോപി വിമർശിച്ചു. വിവരങ്ങളുമായി എം മനോജാണ് ചേരുന്നത്. മനോജ്, എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, കൃത്യമായും ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു അവലോകനം നടത്തിയ സമയം തന്നെ ഈ ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് NDA നേതൃത്വം തന്നോട് പറഞ്ഞത് എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയും നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിലൊന്നും വ്യാകുലപ്പെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്രോസ് വോട്ടിംഗ് ആയാലും അതുപോലെ തന്നെ നിരന്തരമായി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഈ ഇരുമുന്നണികളും ഉന്നയിച്ചിരുന്നു. അതൊക്കെ തന്നെ ജനങ്ങൾക്ക് അതിൽ ബോധ്യമുണ്ട്. കൃത്യമായും താൻ ജയിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, കേരളത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് ഉപരി തൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് തൻ്റെ ജോലിയിൽ നിന്നാണ്, തൻ്റെ സിനിമയിൽ നിന്നാണ്. അതായിരിക്കും കൃത്യമായും അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അത് തന്നെയാണ്, രാഷ്ട്രീയത്തിൽ നിന്നും സമ്പാദ്യം ഉണ്ടാക്കുവാൻ താൻ ശ്രമിച്ചിട്ടില്ല. താൻ മത്സരിക്കുന്നത് ഒരു MP ആവാനായിട്ടാണ്. താൻ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നതും ജനങ്ങളോട് അത് തന്നെയാണ് ചർച്ച ചെയ്തതും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വോട്ടിംഗ് വൈകിയ സംഭവത്തിൽ കൃത്യമായും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പുതിയ ഉദ്യോഗസ്ഥരാണ്, ഈ വോട്ടർമാരുടെ സമയം മാനിക്കപ്പെടണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം മറ്റു കാര്യങ്ങളും ഈ പൂരത്തിന്റെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിരുന്നു. ഇതിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് കൊണ്ട് മാത്രം ഈ നടപടിക്രമങ്ങൾ ഒതുങ്ങില്ല. കൃത്യമായും അതിലൊരു പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഇത് ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകാതെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ല. പൂരം സംബന്ധിച്ചിടത്തോളം ആചാരപ്പെരുമയോടെ നടത്തുന്ന ഈ ഒരു ചടങ്ങുകൾക്കൊക്കെ ഭംഗം വരുത്തുവാൻ പോലീസുകാരെ ഉപയോഗിച്ച് ആരാണോ ഇതിന് പിന്നിൽ നിന്നിട്ടുള്ളത്, ഈ ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഇടപെടൽ കൃത്യമായും ഇതിനുണ്ടായിട്ടുണ്ട്. അത് അന്വേഷിക്കപ്പെടണമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. അദ്ദേഹം നേരത്തെയും ഇക്കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായുള്ള ജുഡീഷ്യൽ അന്വേഷണം ഇതിന് വേണം. കൃത്യമായും ആരാണ് ഈ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്നത് അത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മവിശ്വാസം ഇരട്ടിയാകുന്ന ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ 2 തവണ പരാജയപ്പെട്ടിട്ടും അദ്ദേഹം തൃശ്ശൂരിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കിടയിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു. കൃത്യമായും ഈ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ അതിൽ സംഘടനാ സംവിധാനം എല്ലാ തരത്തിലും നന്നായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഒരു സമൂഹം വോട്ട് ചെയ്യാതിരുന്ന പല സമൂഹങ്ങളുമുണ്ട്. അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോയി അവരെ വോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇനി ജൂൺ 4 വരട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൃത്യമായും ജൂൺ 4-ന് അനുകൂലമായിട്ടുള്ള ഒരു ഫലപ്രഖ്യാപനം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഈ പ്രതികരണങ്ങളിലൂടെയൊക്കെ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കാരണം ശവക്കല്ലറിൽ നിന്ന് ആരും ഈ ക്രോസ് വോട്ടിങ്ങിന്റെയും അതുപോലെ തന്നെ ഈ കള്ള വോട്ടിങ്ങിന്റെയും ഒക്കെ ആരോപണം ഇങ്ങനെ വരുമ്പോഴും അദ്ദേഹം കൃത്യമായും അതിൽ പറയുന്നുണ്ട്, ശവക്കല്ലറയിൽ നിന്ന് ആരും എഴുന്നേറ്റ് വന്ന് വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്തിട്ടുള്ള പാരമ്പര്യം CPM-നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായും മറ്റൊരു സ്ഥലത്ത് നിന്നും അവിടെയുള്ള വോട്ട് ക്യാൻസൽ ചെയ്ത ശേഷം ഇങ്ങോട്ടേക്ക് താമസം മാറിയ വ്യക്തികളാണ്, ഇവിടെ തൃശ്ശൂരിൽ താമസിക്കുന്ന വ്യക്തികളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് വോട്ടവകാശമുണ്ട്. കൃത്യമായിട്ടുള്ള വോട്ടവകാശമാണ് നിയമപരമായി തന്നെ അവർ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ എന്ത് തരത്തിലുള്ള ആരോപണമാണ് അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് NDA നേതൃത്വത്തിനും സ്ഥാനാർത്ഥിക്കുമുള്ളത്. ആ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചതും. അതോടൊപ്പം വോട്ടർമാർക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും കേരള സമൂഹത്തിൽ തന്നെ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയ നിരവധി പേരുണ്ട്. അവർക്കൊക്കെ തന്നെ കൃത്യമായും അദ്ദേഹം നന്ദി അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ വോട്ടവകാശം അത് വിനിയോഗിച്ച എല്ലാവർക്കും കൃത്യമായിട്ടുള്ള നന്ദി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. ജൂൺ 4 വരെ ഇനി ആ ഒരു ബാലറ്റ് പെട്ടിയിലുണ്ട്. ജനങ്ങൾ തനിക്ക് വേണ്ടി നൽകിയിട്ടുള്ള വോട്ടുകൾ ആ ബാലറ്റ് പെട്ടി ആ ഒരു എന്തായാലും ഇനി 4-ാം തീയതി കൂടി കൃത്യമായും ഈ ഒരു ഫലം വരും. അതോടൊപ്പം തന്നെ ആ ഒരു ആത്മവിശ്വാസവും വിജയപ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ദേവിക.
മനോജ്, ആദ്യം മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വളരെയധികം ഭയം ഇടത് വലത് മുന്നണികൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പല രീതിയിൽ പ്രകടിപ്പിച്ചു. സമീപകാലത്തുണ്ടായ ചില നേതാക്കന്മാരുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകളിലൂടെ തന്നെ നമുക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായും പലതരത്തിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ കുപ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളൊക്കെ വന്ന് അത് സ്വാഭാവികമായും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് അത് വലിയൊരു ഭയം ഉളവാക്കിയിരുന്നു. കാരണം തങ്ങളുടെ മാറി മാറി ഭരിച്ചിരുന്ന ഒരു സീറ്റാണ് അത്. BJPക്ക് പോകുമോ NDAക്ക് പോകുമോ എന്നുള്ള ഒരു ഭയം. കാരണം സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സ്ത്രീ വോട്ടർമാർ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിക്കായി വോട്ട് ചെയ്യുമെന്നുള്ള ഒരു കാര്യം അത് ഇരു മുന്നണികൾക്കും അറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെയുള്ള MP-യുടെ പ്രവർത്തനങ്ങൾ അത് TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. അതൊക്കെ UDFന് പ്രതിസന്ധിയായി നിൽക്കുമ്പോൾ LDFന് മറുഭാഗത്ത് ഈ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് അത് LDFന് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ ജനസ്വീകാര്യത ഇരു മുന്നണികളെയും ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയി. അതിൽ തന്നെയാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. താൻ ചെയ്ത കാര്യങ്ങൾ, താൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതോടൊപ്പം എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള തരത്തിലൊക്കെ പെട്ടെന്നുള്ള ഒരു വാർത്താ സമ്മേളനം. അതിനുശേഷം K മുരളീധരന്റെ പ്രതികരണം. ഇവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഉൾഭയം, ഇപ്പോഴും സീറ്റ് പോകുമെന്നുള്ള ഒരു ഉൾഭയം ഇവരിലൊക്കെ ഉണ്ട്. കൃത്യമായും സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരും എന്നുള്ള ഒരു ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട് എന്ന് തന്നെ നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ദേവിക.